കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള മോക്ക് ഡ്രിൽ കേരളത്തിലെ 14 ജില്ലകളിലും ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും അനന്തു VS ചേരുകയാണ്. അനന്തു, എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് ദുരന്ത നിവാരണ ഓഫീസിൽ ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഈ ദുരന്ത നിവാരണം ഓഫീസിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു എടുത്തിട്ടുള്ളത് മോക്ക് ഡ്രില്ലിനായി? സൈമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലാണുള്ളത്. ഇവിടെയായിരുന്നു ഈ മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നതിന് മുൻപുള്ള ഈ സൈറൺ മുഴക്കിയുള്ള ഒരു പരിശീലനം ഉണ്ടായിരുന്നത്. ഇവിടെ മോക്ക് ഡ്രിൽ നടക്കുന്നില്ല, എന്നാൽ സൈറൺ മുഴക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ 9 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ലുലു മാൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ 9 ഇടത്താണ് ഇന്നിപ്പോൾ മോക്ക് ഡ്രിൽ നടക്കുന്നത്. മോക്ക് ഡ്രിലിന്റെ സമയത്ത് പൂർണ്ണമായും ജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മോക്ക് ഡ്രിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ അപകട സൂചന നൽകിക്കൊണ്ടുള്ള ഏകദേശം 90 മിനിറ്റ് ദൈർഘ്യമുള്ള അപായ സൂചന ആദ്യം നൽകിയിരുന്നു. അതാണ് പൊതുജനങ്ങൾക്കുള്ള ആ ഒരു മുന്നറിയിപ്പ്. 90 സെക്കൻഡ് നീളുന്ന അപകട സൈറൺ ആദ്യം മുഴക്കുന്നു. പിന്നീട് സുരക്ഷിതമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈർഘ്യം കുറഞ്ഞ അല്ലെ 30 സെക്കൻഡ് ദൈർഘ്യം മാത്രമുള്ള ഒരു സൈറൺ മുഴക്കുന്നു. ആ സമയത്ത് സുരക്ഷിതമാണെന്ന് മനസ്സിലായിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് മറ്റു ജോലികളിലേക്ക് കടക്കാമെന്നുള്ള അത്തരത്തിൽ 2 തരത്തിലുള്ള സൈറണുകളാണ് മുഴക്കുക എന്ന് നേരത്തെ തന്നെ നമുക്ക് അറിയാമായിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ തുടക്കത്തിൽ അപായ സൂചന നൽകിക്കൊണ്ടുള്ള 90 സെക്കൻഡ് ദൈർഘ്യമുള്ള സൈറണാണ് ഇവിടെ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ മുഴക്കിയിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ ഈ ഒരു ബ്ലാക്ക് ഔട്ട് തയ്യാറെടുപ്പുകൾക്കുള്ള ഒരു നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട്. ഈ ഒരു നിരവധി നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കായി നൽകിയിരുന്നു. പൂർണ്ണമായും ലൈറ്റുകൾ ഓഫാക്കുക, അഥവാ അടിയന്തര സാഹചര്യങ്ങളിൽ ലൈറ്റുകൾ ഉപയോഗിക്കേണ്ടി വന്നാൽ വെളിച്ചം വീടുകൾക്ക് അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് പുറത്തു കടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതായത് ജനലുകളിൽ കർട്ടനുകളോ കട്ടിയുള്ള കാർബോർഡുകളോ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മൂടിവെക്കുക. വെളിച്ചം യാതൊരു തരത്തിലും പുറത്തു കടക്കാത്ത സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അടിയന്തര സജ്ജീകരണങ്ങൾ എല്ലായിടങ്ങളിലും ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഫസ്റ്റ് എയ്ഡ്, അവശ്യം മരുന്നുകൾ, അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അടക്കം ഇന്ധനമടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സജ്ജീകരിച്ച് വെക്കണമുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ ഫുൾ സ്കെയിലായിട്ടുള്ള ഒരു മോക്ക് ഡ്രിൽ പലയിടത്തും നടക്കുന്നു. കേരളത്തിൽ വിവിധ 14 ജില്ലകളിൽ വ്യക്തമാണ്. സംസ്ഥാനത്തുടനീളം 14 ജില്ലകളിലും മോക്ക് ഡ്രിൽ നടക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള വിവരങ്ങൾ നൽകിയത് VS ആനന്ദു ആയിരുന്നു.